ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള രണ്ട് വിഭവങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് വെള്ളപ്പയറും വാഴയ്ക്ക ഉപ്പേരി, ഒന്ന് രസം. അപ്പോൾ രസം വെക്കാനായിട്ട് ഞാൻ ഉലുവ, കടുക്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു പൊട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത പൊടി ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, മഞ്ഞൾ എല്ലാം കൂടി കൂട്ടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു വലിയ തക്കാളി അരച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. രസത്തിലേക്ക് ശരിക്കും ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട, പച്ചക്ക് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു 2-3 പച്ചമുളകുകൾ കീറിയിടുന്നുണ്ട്. അപ്പോൾ രസത്തിൽ നമ്മൾ പച്ചമുളക് ഇങ്ങനെ ആ പുളിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തക്കാളിയുടെ പകുതിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ രസമൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ ഓരോ കഷ്ണം ഇങ്ങനെ കാണലില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടു. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. ഒരാഴ്ച വരെയൊക്കെ പിന്നെ നമുക്കിത് ഇങ്ങനെ ചൂടാക്കി വെച്ചാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. ഇനി ഇതൊന്ന് തള വരുമ്പോൾ നമ്മൾക്ക് ഇറക്കി വെക്കട്ടോ. ഒരുപാട് നേരിട്ട് തിളപ്പിക്കണ്ട. തള അതുപോലെ വന്ന ശേഷം നമ്മൾ തിളപ്പിച്ചണ്ടെന്ന് പറഞ്ഞതല്ല, തിളപ്പിച്ചിട്ട് നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കുമല്ലോ. പിന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് രസം ഇഷ്ടപ്പെട്ട അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളപ്പയറും പച്ചക്കായില്ല നേന്ത്രക്കായ് അതും കൂടി വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ ഉപ്പേരി വെക്കണ പോലെ തന്നെയാണ്, പ്രത്യേകിച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഞാൻ ഏതിലും കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർക്കും കേട്ടോ, നമ്മൾക്കൊരു ശീലമായിപ്പോയി. പിന്നെ ഗ്യാസിനൊക്കെ നല്ലതല്ലേ. പിന്നെ നമ്മൾ പച്ചക്കായ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അത് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ഫ്രിഡ്ജിലുണ്ടാകുന്നത് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അതിലിട്ടിട്ട് അതിൽ കടന്ന് വന്നാൽ അങ്ങനെ അരിഞ്ഞ് കിട്ടുമല്ലോ, കട്ടയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ച വെള്ളപ്പയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന വെള്ളപ്പയറൊക്കെ പെട്ടെന്ന് വേവും ചെയ്യും. അല്ലെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്താലും മതി, വെള്ളപ്പയറിൻ്റെ കൂട്ടത്തിൽ പച്ചക്കായ ഇട്ടിട്ട്. പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളപ്പയർ വേവിച്ച വെള്ളം മാത്രമേ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. ചോറിന് ശരിക്കും ഈ ഒരു കൂട്ടാനുണ്ടെങ്കിലും മതി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ തേങ്ങയൊക്കെ ഇപ്പോൾ തിളച്ച് വെന്ത് പോയില്ലേ. അപ്പം ഇന്നത്തെ നമ്മളെ രണ്ട് വിഭവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വന്ന പുതിയ കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രസവും മുട്ട പൊരിച്ചതും പപ്പടവും ഉപ്പേരിയും. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.